അപ്പോൾ അടുത്ത വാർത്ത, തിരുവനന്തപുരം തുമ്പയിൽ ബോംബ് എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. 2 ബൈക്കുകളിലായിട്ടാണ് സംഘം എത്തിയത്. ഷഫീദ് ഒരിക്കൽ കൂടി. ഷഫീദ്, ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ എന്താണ് പുതിയതായി നൽകാനുള്ള വിവരങ്ങൾ? ഇക്കാര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഈ പ്രതികൾ ആര് എന്ന് കണ്ടെത്തുന്നതിന് ഏറ്റവും നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണിത്. അതിൽ ഈ തുമ്പ നെഹ്റു ജംഗ്ഷനിൽ നിന്നും ഈ ആളുകൾ നിന്ന്, അതായത് ഈ ബോംബ് എറിഞ്ഞ സ്ഥലത്തേക്ക് പ്രതികൾ എത്തുന്നതാണ് ആ ദൃശ്യങ്ങളുള്ളത്. 2 സ്കൂട്ടറുകൾ, അതിന്റെ നമ്പർ പ്ലേറ്റ് കാര്യമായി കാണാൻ കഴിയില്ലെങ്കിൽ കൂടി അതിന്റെ നിറമടക്കമുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ചുവപ്പും വെള്ളയും നിറത്തിലുള്ള 2 സ്കൂട്ടറുകളിലായിട്ടാണ് ഈ സംഘം സഞ്ചരിച്ചത് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവർ പോയ ഭാഗത്തെ പ്രധാന CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ച് പരിശോധിച്ച് വരികയാണ്. ഇതിൽ നിന്ന് ചെറിയ ചില സൂചനകൾ പോലീസിന് ലഭിച്ചതായിട്ടുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ന് രാവിലെ 11:30 2 ബൈക്കുകളിലായെത്തിയ 4-അംഗ സംഘം ബോംബെറിഞ്ഞത്. ബോംബേറിൽ അഖിൽ, വിവേക് നെഹ്റു ജംഗ്ഷൻ സ്വദേശികളാണ്. പക്ഷേ ആ ലൈനിലായിരുന്നില്ല അവർ താമസിച്ചിരുന്നത്. അവർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ സുഹൃത്തായ ഷമീറിനെ കാണാനായിരുന്നു ഇവർ ആ സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ ഇങ്ങനെ മതിലിനോട് ചേർന്ന് നിൽക്കുമ്പോഴായിരുന്നു വളരെ പെട്ടെന്ന് 4-അംഗ സംഘം എത്തി 2 ബോംബുകൾ വലിച്ചെറിഞ്ഞത്. ഇതിൽ അഖിലിനും അതേപോലെ തന്നെ വിവേകിനും കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ അഖിലും വിവേകും ക്രിമിനൽ കേസുകളിൽ പ്രതികളുമാണ്. ഇതിൽ അഖിൽ കാപ്പ കേസ് ശിക്ഷ കഴിഞ്ഞ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. തുമ്പ പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സമീപ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ലഹരി വിൽപ്പന അടക്കമുള്ള കാര്യങ്ങൾ സജീവമായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉടലെടുത്തിരുന്നുവെന്നും പോലീസിന് സ്പെഷ്യൽ ബ്രാഞ്ച് വിവരം നൽകിയിട്ടുണ്ട്. അനുജ, അതാണ് തുമ്പയിൽ ബോംബെറിഞ്ഞു അതിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ഇപ്പോൾ 24 നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.